ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഇതുപോലത്തെ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വർക്കാണ്. ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ ഹാൻഡിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ്. ഇതിൽ പിക്ചർ കാണിക്കുന്നുണ്ട്. സോ ഇത് നമുക്ക് വരച്ച് ആ പിക്ചർ നോക്കി നിങ്ങൾക്ക് വരച്ച് ബ്ലൗസിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ അധികം മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫ്ലവേഴ്സിനൊക്കെ നമ്മൾ റിംഗ് നോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കോട്ടൺ ത്രെഡിലും നമുക്ക് ചെയ്യാം, സിൽക്ക് ത്രെഡിലും ചെയ്യാം. ടിപ്പര് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്. പിന്നെ സീക്വൻസ് ഒക്കെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ക്ലോത്തിനനുസരിച്ച് ഞാൻ ചെറിയ കട്ട് ബീഡ്സുകളാണ് ലീഫിന് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചറിൽ എങ്ങനെയാണ് ഒരു റിംഗ് നോട്ട് ഫ്ലവർ കൊടുക്കുന്നതും പിന്നെ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇതിൻ്റെ ലീഫുകൾ ഫില്ല് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്ന ഇതുപോലത്തെ നൈലോൺ ത്രെഡാണ്. അപ്പം ഞാൻ ഈ ലീഫ് എങ്ങനെ ഫില്ല് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഇവിടുന്ന് ഈ നൈലോൺ ത്രെഡ് എടുത്തിട്ട് ഈ നടുക്കൊരു സ്റ്റിച്ച് കൊടുത്ത് അതിനുശേഷം അതിന് മേളിൽ എൻഡിൽ പോയിട്ട് അവിടുന്ന് നമ്മൾ ഒരു വലിയ സ്റ്റിച്ച് കൊടുത്ത ശേഷം ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ചെറിയ കട്ട് ബീഡ്സുകൾ കുറച്ചായിട്ട് നമുക്ക് എത്ര ലെന്ത് വേണോ അതനുസരിച്ച് നമുക്ക് കട്ട് ബീഡ്സിനകത്ത് ഫില്ല് ചെയ്യാം. ഞാൻ ഇത്രയും ലെന്തിലെടുക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ നടുക്ക് ഒരു ലോങ്ങും ഒരു ഷോർട്ട് സ്റ്റിച്ചും കൊടുക്കാം. ഇത് കോട്ടണിൽ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ റിവേഴ്സ് ഇതിൻ്റെ മേളിലേക്ക് പോവാം. റൈറ്റും എടുക്കാം ലെഫ്റ്റും എടുക്കാമേ. മേലിൽ പോയിട്ട് അവിടെ ഒരു 2 സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം അവിടുന്ന് താഴേക്ക് ത്രെഡ് എടുത്ത ശേഷം ഇതുപോലെ എത്ര സ്റ്റിച്ച് സ്റ്റോൺസ് വേണോ കട്ട് ബീഡ്സുകൾ വേണോ അതനുസരിച്ച് ഇത് ഫില്ല് ചെയ്യാം. ഇതുപോലെ നമ്മൾ എല്ലാ സൈഡും ഫില്ല് ചെയ്ത് പോകും. അതുപോലെ ഇതും ഇതുപോലെ ഈ സൈഡിലേക്ക് പോകും. അപ്പം നമ്മൾ ഇത് ലീഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒരു സ്റ്റോണിൻ്റെ ലെവൽ അനുസരിച്ച് വേണം നമ്മൾ താഴേക്കുള്ള ലീഫുകളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാനുള്ള. ഇതുപോലെ ലീഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ റിംഗ് റോട്ട് കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലവർ ഈ നടുക്ക് ഞാൻ സ്റ്റോണാണ് ഒട്ടിച്ചേക്കുന്നത്. സോ റിംഗ് റോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇങ്ങനത്തെ ഒരു നമുക്ക് എത്ര ത്രെഡ് വേണോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് ഞാൻ കോട്ടൺ ത്രെഡാണ് എടുത്തത്. എന്നിട്ട് ആദ്യം നമ്മൾ ഈ ഒരു റൗണ്ട് കൊടുക്കുക, ഒരു ചുറ്റ് ഈ നീഡിൽ കുത്തുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഇച്ചിരി പൊക്കത്തിൽ നമ്മൾ കുത്തുക. അപ്പോൾ നമുക്ക് റിങ് എത്ര വേണം, അതായത് നിങ്ങൾക്ക് ഏത് സൈസിൽ റിങ് വേണോ അതനുസരിച്ച് നമുക്ക് ഇവിടെ റിങ് കൊടുക്കാം. എന്നിട്ട് പയ്യെ ആ ത്രെഡിൽ പിടിക്കണം കേട്ടോ, എന്നാലേ നമുക്കൊരു റിങ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ചെറിയ റിങ്ങാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ വലിയ റിങ്ങുകൾ കൊടുത്ത് നമുക്ക് ഈ ഫ്ലവർ ഫില്ല് ചെയ്യാം. ഇതുപോലെ ഒരു സ്റ്റോൺ കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഇതുപോലെ ചെറിയ റിങ് കൊടുത്ത് നമുക്ക് ഈ ഫ്ലവർ ഫില്ല് ചെയ്യാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ്. ഗോഡ് ബ്ലെസ് യു ഓൾ.